നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് പുതുവർഷത്തെക്കുറിച്ചാണ് പറയണേ. പുതുവർഷം എന്ന് പറയുമ്പോൾ മലയാളികളായ നമ്മൾ പുതുവർഷം 2-3 രീതിയിൽ പുതുവർഷം ആഘോഷിക്കും. ഒന്ന്, പുതുവർഷം ജനുവരി തൊട്ട് പുതുവർഷം ആരംഭിക്കും, ഡിസംബർ വരെ. അതുപോലെ മേടമാസം ജ്യോതിഷ മാസമായിട്ട് മേടം തൊട്ട് മീനം വരെ നോക്കും. മലയാളികളുടെ പുതുവർഷം എന്ന് പറയുന്നത് ചിങ്ങമാസം തൊട്ട് കർക്കിടകം വരെയാണ്. 1202 ആണ്ട് ചിങ്ങമാസം ഈ ഓരോ രാശിക്കാർക്കും എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പരിശോധിക്കാം. അങ്ങനെ നോക്കുമ്പോൾ കന്യരാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഈ പുതുവർഷം കന്യരാശിക്കാർക്ക് എങ്ങനെയായിരിക്കും എന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ചിങ്ങം 1-ാം തീയതി തൊട്ട് കർക്കിടകം വരെ വരുന്ന സമയം 1202 ആണ്ട് ചിങ്ങമാസം തൊട്ട് ഒരു വർഷക്കാലം എങ്ങനെയെന്ന് നോക്കുമ്പോൾ കന്യരാശിക്കാർ എന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ 3/4 ഭാഗവും അത്ത നക്ഷത്രവും ചിത്തിര നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങുന്ന കന്നി രാശിക്കാർക്ക് ഈ ഒരു വർഷക്കാലം വളരെ ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. കാരണം കണ്ടകശനിയൊക്കെ നടക്കുന്ന കാലഘട്ടമാണ്. എങ്കിൽ പോലും പ്രപഞ്ച ഗുരുവായ വ്യാഴം 11ലേക്ക് വന്നിരിക്കുന്ന കാലഘട്ടവും കൂടിയാണ്. നമുക്ക് ഏറ്റവും നല്ലത് എന്ന് പറയാൻ കാരണം ലാഭസ്ഥാനത്ത് വ്യാഴം വന്നിരിക്കുന്ന സമയം. ലാഭസ്ഥാനത്ത് വ്യാഴം വരിക എന്ന് പറഞ്ഞാൽ ലാഭം ലഭിക്കും. ലാഭം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് റിസൾട്ട് കിട്ടും. എന്ത് ചെയ്താലും ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ജോലിക്ക് അർഹമായ സ്ഥാനം കിട്ടും. നല്ല ജോലിക്ക് ട്രൈ ചെയ്താൽ നല്ല ജോലി കിട്ടും. ജോലിയിലിരിക്കുന്നവർക്ക് നല്ല അംഗീകാരങ്ങൾ കിട്ടും. അല്ലെങ്കിൽ നല്ല സ്ഥലത്തേക്ക് മാറ്റം കിട്ടിയാൽ തന്നെ നല്ല സ്ഥലത്തേക്കായിരിക്കും മാറ്റം കിട്ടുക. അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ മേന്മ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഊഹ കച്ചവടങ്ങളിൽ പ്രവർത്തിക്കുന്നവർ. ഊഹ കച്ചവടം എന്ന് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, ബാങ്കിങ് മേഖലകളിലാവട്ടെ, റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, ഇങ്ങനെ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, ലോട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാവട്ടെ, നിങ്ങൾക്കെല്ലാം വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷമായിരിക്കും ഈ രാശിയിലുള്ളവരാണെങ്കിൽ പ്രദാനം ചെയ്തു തരാൻ പോകുന്നത്. അപ്പോൾ അത്രയ്ക്ക് പുരോഗതിയുടെ ഒരു വർഷം. അപ്പോൾ ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അതുകൊണ്ടാണ് നേരത്തെ തന്നെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നെ. നമ്മൾ ഈ പ്രോഗ്രാം നേരത്തെ തന്നെ ചിങ്ങം ആവുന്നതിന് മുമ്പേ നിങ്ങളെ അറിയിക്കുന്നത് എന്തിനാണ്? നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് ഈ ഒരു വർഷത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു വർഷം ഒരു ദിവസം കഴിഞ്ഞ് പോയാലും നമുക്ക് 1 കിലോമീറ്റർ ദൂരം ബെസ്റ്റ് റോഡാണ്. ആ 1 കിലോമീറ്റർ ബെസ്റ്റ് റോഡെന്ന് പറയുമ്പോൾ ആ 1 കിലോമീറ്റർ നല്ല സ്പീഡിൽ പോകാൻ നോക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അയ്യോ കിലോമീറ്റർ പതുക്കെ പോയിട്ട് അയ്യോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, നല്ലത് ഞാൻ സ്പീഡ് കൂട്ടിയില്ലല്ലോ എന്ന് തോന്നരുത് എന്നതുപോലെ സമയത്തെ വേസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ഞങ്ങൾ ഈ ചാനലിലൂടെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാനുള്ളതും
ഞങ്ങളെ വിളിച്ച് 1 മണിക്കൂർ ദൈർഘ്യത്തിൽ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ബെൽ ബട്ടണും കൂടി അമർത്തണം. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് അറിയാൻ പറ്റാതെ വരും. പലപ്പോഴും നമുക്ക് ആ സമയം നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും അറിയുക. അതുപോലെ തന്നെ ഈ നല്ല സമയം എന്ന് ഞാൻ പറഞ്ഞു, ഇത് മറ്റുള്ളവരിലും കൂടി എത്തിക്കാൻ വേണ്ടി ചാനൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ കന്നി രാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.